അടിപൊളി എടുക്കാൻ ഞാനാ പറഞ്ഞു വേണ്ട. என்னை வச்சு ஒன்னும் காமெடி கிமெடி பண்ணலையே. പുതിയൊരു ചലഞ്ച് ആയിട്ട് അവക്ക് ഇതന്നെ പണി പാട്ട് പാടല്. നിങ്ങൾ ഈ ബാക്കിൽ കണ്ടോ ഈ സ്റ്റിക്കി നോട്ട്, അതിൽ ഓരോ ടാസ്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യണം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ തന്നെ എടുക്കാം. ലാഫിംഗ് ചലഞ്ച്. ലാഫിംഗ് ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരാളെ ചിരിപ്പിക്കണം. തൊടാനോ പിടിക്കാനോ പാടില്ല. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ആക്ഷനോ ഇക്ലിയാക്കാനൊന്നും പാടില്ല. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ ചിരിപ്പിക്കണം. അപ്പൊ തക്കോന് ആരെ വേണം, ആരെന്ന് വെച്ച് ചിരിപ്പിച്ചു. അമ്മയാണ് ഗൈസ് വെറ്റ് യുവർ ഫേസ് എന്ന് പറഞ്ഞാണ്. അപ്പൊ നമ്മൾ മുഖം കഴുകിയിട്ട് അതിനകത്ത് പൊടി മുക്കണം. പക്ഷെ മുഖം പൊടിയിൽ മുക്കണം. അങ്ങനെയാണ്. അപ്പൊ നമുക്കത് ചെയ്യാം. അമ്മയുടെ ഫേസ് കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുക്കാം. അടിപൊളി എടുക്കാൻ ഞാനാ പറഞ്ഞു വേണ്ട. അമ്മക്ക് കിട്ടിയ പണിയാണിത്. എന്റെ മേല് മൊത്തം നനച്ചമ്മ. ഇതുപോലെ കൊറേ ടാസ്ക് ഉണ്ട്. അത് ആർക്കാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം പോയി മുഖം കഴിക്കുന്നു. അമ്മക്ക് നല്ല പണിയാണ് കിട്ടിയത്. പിന്നെ അടുത്തത് മേമയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി ഇത് വരും. ഞാൻ പാർട്ടിച്ചിട്ടില്ല. അതാ നമുക്ക് പണിയിട്ടാ. എടുക്ക വിത്ത് പേസ്റ്റ്. ബിസ്ക്കറ്റ് വിത്ത് പേസ്റ്റ് ആണ് കിട്ടിയത്. അത് പറഞ്ഞാൽ ബിസ്ക്കറ്റിന്റെ കൂടെ പേസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കഴിക്കണം. സ്ട്രോബെറി ക്രീം ചോളിയുണ്ട്. ഫുള്ള് വായുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കഴിക്കല് നോക്കി. രണ്ടു ദിവസത്തേക്ക് പല്ലിയൊക്കെ ഉണ്ടാട്ടെ. ഇനി അവളെ ജീവന് കൊണ്ട് ഓടി. ക്യാമറമാൻ പാത്തശിക്കട്ടെ ഈശ്വരാ, പാത്തശിക്കട്ടെ. ബൺ ഈറ്റിംഗ് വിത്തൗട്ട് ഹാൻഡ്സ്. കൈ തൊടാതെ ബൺ കഴിക്കാനുള്ള ചലഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കണേ. അപ്പൊ നമുക്കിത് നോക്കാം. കഴിച്ചോടെ? സൂപ്പർ സൂപ്പർ. കാണിച്ചോട്ടെ.
തീർക്കണോ? ഒരു മിനിറ്റ് കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റുന്ന ഗൈസ് അച്ഛൻ ടാസ്ക് ഫെയിലായി. 1 മിനിറ്റ് കൊണ്ട് കഴിച്ചില്ല. ജീവനെ കൊണ്ട് ഓടിക്കോ. ഗൈസ് അടുത്തത് അച്ചാമ്മയാണ്. ആക്ടിങ് ലൈക്ക് എ മങ്കി. ഇങ്ങനെ ഗൈസ് ആക്ടിങ് ലൈക്ക് എ മങ്കിയാണ്. മങ്കീനെ പോലെ ഡാൻസ് കളിക്കണം. അപ്പൊ അച്ഛമ്മ മങ്കീനെ പോലെ ഡാൻസ് കളിക്കണം. എങ്ങനെ ഞാൻ തന്നെ പറഞ്ഞതാണ്. എല്ലാവർക്കും ഓരോരോ ടാസ്ക്. தினமும் ராத்திரி அவ இங்க இப்படிதான் ஆடிட்டு இருக்கா. இவன் என்ன குரங்க விட மோசமா தவறா? இதெல்லாம் குரங்கு பாத்துச்சுன்னா அவமானத்துல சூசைட் பண்ணி தொலைஞ்சிருமே. Guys, eat chili and sing a song. അത് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് വെച്ചിട്ട് പാട്ട് പാടണം. കൺമണി അമ്പോട് കാതിൽ ഗണതമേ. എടാ നിന്റെ അടുത്തല്ലേ മേലെ പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്ക് പറഞ്ഞേക്കാം. ഞാൻ പോട്ടെ. അവൻ ചില്ലി കൊണ്ട് ഓടി. അവന് ചില്ലി അടിച്ചിട്ട് പാട്ട് പാടാൻ പറ്റാണ്ട് ഓടിയിട്ടുണ്ട്. ഗൈസ് ഇനിയിപ്പൊ അടുത്തത് അച്ചാച്ചക്ക് എന്താ കിട്ടണേന്ന് നമുക്ക് നോക്കാം. എടുത്തോ എടുത്തോ. ഈസി ആയിപ്പോയി ഗൈസ്. സ്വന്തമായിട്ട് ലിപ്സ്റ്റിക് ഇടണം, അത്രേ ഉള്ളൂ. അച്ചാച്ചക്ക് എളുപ്പമുള്ള കാര്യം കിട്ടിയേക്കണത്. காலம் போன வயசுல இது என்ன பங்களா நாய் மாதிரி மொசு மொசுன்னு ஸ்டைலா? பேரம் பேத்தி பார்க்க வேண்டிய வயசுல சர்துல மாதிரி பழுக்க வச்சு சுத்துறான். அப்படியே காலையில என்ன விளையாட்டு காட்டுறாங்க, எப்படி எல்லாம் சோதிக்கிறாங்க. பொழுது விடிய விட மாட்டேங்கிறாங்களே ஐயா. അച്ചാച്ച അടിപൊളിയായിട്ടുണ്ട്, സുന്ദരനായി കാണാനായിട്ട്. ഇനി ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് തന്നെ വരും ഗൈസ്. അപ്പൊ നമുക്ക് തക്ക് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. കണ്ടിന്യൂ ചെയ്താൽ പോകും. നമുക്ക് നോക്കാം ഇനി ആർക്കൊക്കെ എന്തൊക്കെയാ കിട്ടണേന്ന്. നമുക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുക്കണം നമുക്ക് എന്താ കിട്ടണേന്ന്. തക്കൊന്നും ഇല്ലാത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അത് തക്കൂല കിട്ടിയത്. തക്കു രക്ഷോട്ട് ഗൈസ്. ഇനി അടുത്തത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഗൈസ് അപ്പൊ കാറ്റ് വാക്കിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് സബ്ജക്ട്. അത് നോക്കി കാറ്റ് വാക്കിംഗ് എടുക്കാം. என்ன கொடுமை சரவணது. അടുത്ത അമ്മുവാണ്. ആ മേമയ്ക്ക് എന്ത് കിട്ടും നോക്കാം. നോക്കാം സിനിമയുടെ പേര് പറയാൻ ഞാനത് അഭിനയിക്കുകയാണ്. അമ്മ ഒരു സിനിമ പേര് പറഞ്ഞു കൊടുക്കും, അത് അമ്മു ആക്ട് ചെയ്ത് കാണിക്കണം. പഴയത് പഴയത് പഴശ്ശിരാജ വടക്കും വീരകാലം തച്ചോളിയോധൻ തച്ചോളിച്ചേക്കണം.
മുങ്ങുന്നതിന്റെ മുമ്പ് അപ്പൊ വേമ അടിപൊളിയായിട്ട് കാണിച്ചതെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പൊ ഞാനാണ് എടുത്തത്, ഞാൻ എടുക്കാൻ പോവാണ്. പണിയാണോ ഉറപ്പാണോ? ഈ ഒരു കുപ്പി വെള്ളം 1 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർക്കണം. Ready, 1, 2, 3, start. ഗൈസ് 30 സെക്കൻഡ് കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു. ഗൈസ് അപ്പൊ അമ്മക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. ഗസ്റ്റ് ആക്ടർ നെയിം. അപ്പൊ അമ്മ ഒരു ആക്ടറിനെ അഭിനയിച്ച് കാണിക്കും. അത് ആരാന്ന് നമ്മൾ പറയണം. അതാണ്. അല്ല, നിങ്ങളൊരു പേര് പറയാം, അവരെ അഭിനയിച്ച് കാണിക്കണം. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആരെയാണെന്ന് നോക്കാം. എന്നെ എങ്ങനെയൊന്നും പറയില്ല. ഇത് അമ്മ തന്നെ സിമ്പിൾ ആണ്. അമ്മ അടിച്ചു പഴയ ആള് അല്ലേ? എനിക്കറിയാം. പൊന്നോ കൊടുക്കത്താ പിന്നെ രജനികാന്ത്. ഞാൻ നന്നായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ജപ്പാൻകാര എന്നമോ കണ്ടുപിടിക്കാ നായ് എதை കണ്ടുപിടിച്ചു വന്നിരിക്കുന്നത്. അടുത്തതാക്കിയാണ്. നമുക്ക് നോക്കാം മകിക്ക് എന്ത് കിട്ടുമെന്ന്. എടുത്തോ. സാരി ഉടുക്കാനാണ് കിട്ടിയത്. അപ്പൊ ആകെ സാരി ഉടുക്കാൻ പോവാണ്. സത്യം പറയണ, നീ ആരെയാണ് സാരി ഉടുപ്പിച്ചിട്ടുള്ളത്? പിന്നെ അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. നമുക്ക് നോക്കാം. എന്താണ് സിമ്പിൾ. അച്ചാച്ചൊരു ഗായകൻ കൂടിയാണ്. അങ്ങനെയല്ല, വായില് വെള്ളം വെച്ചിട്ട് പാട്ട് പാടണം. അപ്പൊ ഞങ്ങൾ ആ പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് പറയണം. ടഫാണ്. நீ ஹாரிஸ் ஜெயராஜ் ஹிட்ஸ்ன்னு ஒரு பாட்டு பாடுவிய, மங்க நிலாவில தங்கன்னு. அதை கேட்கும் போதெல்லாம் என்னை யாரும் தேட வேண்டாம் அப்படின்னு எழுதி வச்சுட்டு எங்கேயாவது கண்காணாத இடத்துக்கு போயிடலாம் போல தோணும். அப்படி ஒரு അത് തന്നെയായിരുന്നു. മനസ്സിലായി. അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ടാസ്ക് ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ 3rd റൗണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. തക്ക എടുക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രക്ഷപ്പെട്ട്, ഇപ്രാവശ്യം മണി കിട്ടും. ബലൂൺ ചലഞ്ച് ആണ് കിട്ടിയിരിക്കണേ. ഒരു ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണം എന്നാണ് ചലഞ്ച്.
എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല, നമുക്ക് വീർപ്പിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട്, വീർപ്പിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും വീർപ്പി. ഇങ്ങനെ വലിച്ചില്ല. എവിടെ കൂടിയ സൗണ്ട്? എനിക്ക് പറ്റുന്നില്ല. അടുത്ത സമിതിയാണ് നമുക്ക് നോക്കാം. നല്ല ബെസ്റ്റ് ചാലഞ്ചൊക്കെ രണ്ടു ബാക്കിയിരിക്കണം, അതാണ് എനിക്ക് സങ്കടം. പണി മേടിക്കട്ടെ അവിടെ. അപ്പൊ ലെമൺ ഈറ്റിംഗ് ആണ് ഇട്ടിരിക്കണേ, വിത്തൗട്ട് എക്സ്പ്രഷൻ. ലെമൺ വായിലിട്ട് ചവച്ചടച്ചിട്ട് വിത്തൗട്ട് എക്സ്പ്രഷൻ ഇട്ടു ഗൈസ്. അപ്പൊ ഇത്രയും വലിയ ലെമണാണ്. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഞങ്ങളുടെ വായിലൊക്കെ വെള്ളം മതി. ഇത് അമ്മുവാണ്, നമുക്ക് നോക്കാം. ഗൈസ് എളുപ്പമുള്ളതാണ്. ഡാൻസ് വിത്ത് എ സോങ് ആണ് ഗൈസ് കിട്ടിയത്, കുഴപ്പമില്ല. எல்லா ஸ்டெப்பும் ஞாபகத்துல இருக்குல்ல? மெயின் இந்த ஸ்டெப் தான். பாத்தியா? வாட்ச் மீ குட் கேர்ஃபுல்லி. என்ன மாஸ்டர் எப்ப பார்த்தாலும் இதே ஸ்டெப்பை போட்டு காட்டிட்டு இருக்கீங்க? இது ஒண்ணுதானே எனக்கு தெரியும். அதாவது டப்பு டுப் டும் டப்பு டப்பு டுப் டும். இந்த ஸ்டெப்புக்கு எல்லாரும் வலது காலை தூக்கிடுங்க. നെക്സ്റ്റ് മാസ്റ്റർ. நெக்ஸ்ட் சப்பு சுப்பு ஜும் ஜும்க்கு சப்பு சுப்பு ஜும். அந்த ஸ்டெப்புக்கு அட் a டைம்ல எல்லாரும் 2 காலையும் தூக்கிடுங்க. ഗൈസ് അപ്പൊ അടുത്ത ഞാനാണ്. തക്ക് പറഞ്ഞതാണ് എടുക്കാൻ പോണേ. ആ ഗൈസ് എളുപ്പമാണ്. ഒരു വേട് പറയാമോ, ആ വേട് വെച്ചൊരു പാട്ട് പാടാം. തമിഴാണോ മലയാളം ഇംഗ്ലീഷാ? ഒരു ലെറ്റർ ഒരു വേർഡ് ആലോചിക്കും. ഇത്ര കഷ്ടമായിട്ട് എപ്പോഴും പെട്ടത് കിട്ടാത്ത കേരളം ഗഗനം മംഗലം. ഗഗനോ? ഓ എന്നാ പിന്നെ പറഞ്ഞു കൊടുക്കും. ഇടയ്ക്ക് വന്നാ പോലെ ഗഗന ഇടയ്ക്ക് വന്നാ മതിയല്ലേ? എവിടെയെങ്കിലും പാടിയിട്ടുള്ള കാര്യം കേരളം ഗഗനം എന്ന് വെച്ച് പാടാനോ പറഞ്ഞത്. ഗഗനം പാടിയാ മതി. ഈ ഗഗനത്തെ ഇഷ്ടത്തുന്ന പാട്ടാണ്. ഒരു പാട്ടുണ്ട് കഴിച്ചു, എനിക്കറിയാം. ഇല്ല കഴിച്ചു, എനിക്ക് പാട്ടായിട്ട് കിട്ടുന്നില്ല. ആ ഒരു എനിക്ക് മനസ്സിലായി. ഏതാണ് പാട്ട്? ഏതാണ്? ആ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടൊക്കെയാണോ?
ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി 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 ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാവേകാന്തതേ. എനിക്ക് ഒരു അച്ഛൻ പാടിയിരിക്കുകയാണ്. അങ്ങനെ തോറ്റിരിക്കുന്ന വളരെ എളുപ്പമുള്ളതും ടേസ്റ്റ് ഉള്ള കാര്യമാണ് കിട്ടിയത്. 1 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റിനുള്ളിൽ തിന്ന് തീർക്കും കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തിന്ന് കഴിക്കണം. 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊടുത്താൽ മതി. 10 മിനിറ്റ്സ് ഒക്കെ പെട്ടെന്ന്. 1 മിനിറ്റ് ഞാൻ വെക്കി വെക്കണേ. ഗായ്സ് എനിക്ക് ആ ബണ്ണ് കിട്ടിയ സ്ഥലത്ത് പപ്സ് മതി. കൊതി വന്നിട്ടും പാടില്ല. എനിക്ക് തന്നെ കൊതി വന്നു. അല്ല അങ്ങനെ അവന് 1 മിനിറ്റ് കൊണ്ട് തീർക്കും ഗായ്സ്. ആ 46 സെക്കൻഡ് 47 സെക്കൻഡ് അല്ല ഞാൻ വെറുതെ പറയണ്ടായിരുന്നു. തിരിച്ചടിക്കുക അപ്പൊ ഇത്രയും ബാലൻസ് വെച്ച് അവൻ ടൈം ഔട്ട് ആയി കഴിച്ചു. ടൈം ഔട്ട് 1 മിനിറ്റ് ആണ് പറഞ്ഞിരുന്നത്. നടന്നില്ല. അവനെ ഇറക്കാൻ പോലും പറ്റുള്ള കാര്യം. ഇത് ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കണ്ട് കഴിച്ചു. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് ഒരേ ലെവലിലോട്ട് എവിടെയെങ്കിലും കഴിഞ്ഞോ? അപ്പൊ ഞങ്ങളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എഗ് ഈറ്റിംഗ് ഗൈസ്. ഗൈസ് പച്ചമുട്ടയാണ് ഗൈസ്. പച്ചമുട്ട പൊട്ടിച്ചോ? പച്ചമുട്ടയാണ് ഗൈസ്. റെഡി റെഡി. ഒറ്റ വലി കുടിക്കും കേട്ടോ. ഇറക്ക് ഫുള്ള് കുടിച്ചു പോയി. തകർത്ത് കളഞ്ഞു. ഓക്കെ ബിസ്ക്കറ്റ് ചലഞ്ചാണ് കിട്ടിയിരിക്കണേ. ബിസ്ക്കറ്റ് വെറുതെ തിന്നാന്നും പറഞ്ഞാൽ അച്ചാച്ചിരിക്കണേ. പക്ഷെ വെറുതെ തിന്നാ പോരാ. ബിസ്ക്കറ്റ് ചലഞ്ച് വെറുതെ തിന്നണല്ല. നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് അത് മൂവ് ചെയ്ത് വായിൽ കൊണ്ടുവന്ന് കഴിക്കണം. അതാണ് ചലഞ്ച്. ആ പോയി 3 റൗണ്ടേ ഉള്ളേ. 3 റൗണ്ട് വായിലെത്തിച്ചാ മതി. ഇത്തിരി വലിയ മൂക്കായതുകൊണ്ട് ബിസ്ക്കറ്റ് ചിലപ്പോ മൂക്കി കയറി പോകുന്ന അറിയില്ല. ആ പോയി തലയിട്ട് അനക്ക പോവും. ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ അനക്കേട്ടാ. തല ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് മൂക്കും കൊണ്ട് അനക്ക്. അനക്കിക്കോ. അനക്കിക്കോ പതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. எல்லா ஸ்டெப்பும் ஞாபகத்துல இருக்குல்ல? மெயின் இந்த ஸ்டெப் தான். பாத்தியா? வாட்ச் மை ஃபுட் கேர்ஃபுல்லி. என்ன மாஸ்டர் எப்ப பார்த்தாலும் இதே ஸ்டெப்பை போட்டு காட்டிட்டு இருக்கீங்க? இது ஒண்ணுதானே எனக்கு தெரியும். அதாவது
டப்பு டுப்பு டும் டப்பு டப்பு டுப்பு டும் இந்த ஸ்டெப்புக்கு எல்லாரும் வலது கால தூக்கிடுங்க. നെക്സ്റ്റ് മാസ്റ്റർ. நெக்ஸ்ட் சப்பு சுப்பு ஜும் ஜும்க்கு சப்பு சுப்பு ஜும். அந்த ஸ்டெப்புக்கு அட் a டைம்ல எல்லாரும் ரெண்டு காலையும் தூக்கிடுங்க. അച്ഛമ്മ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പിടിക്കാൻ പാടില്ലല്ലേ? കൊച്ചിന് വിട്ടിട്ടില്ല. സ്ലോവിലാണ്. കണ്ടാ ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഇതാണ് catwalk. സബിത അരയിൽ കോണവും വെച്ചിട്ടുണ്ട്. catwalk എങ്ങനെയാ? വയറൊട്ടി ചുടിക്കാനേ ഒന്നുകൂടി മാറാമോ? പറഞ്ഞോണ്ട് തമിഴ് ശരിക്കും ഞാൻ പറഞ്ഞത് കൊച്ചിന് മനസ്സിലായത് അതുകൊണ്ടാണ്. എത്ര നേരം തമാശ കാണിച്ചത്? എന്റെ ഇടയിൽ അവള് അവളെ